ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് ചക്കപ്പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ചക്കപ്പായസത്തിന് ആവശ്യമായിട്ടുള്ള ചക്കപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ ശർക്കരപ്പാനി ആക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാലുണ്ട്, തേങ്ങാ കൊത്തുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഏലക്കപ്പൊടി, നെയ്യ് എന്നിവയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. ചൂടാക്കി വരുന്ന പാനിലേക്ക് നമ്മളിപ്പോൾ ചക്ക അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ അത് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ശർക്കരപ്പാനിയും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ശർക്കരപ്പാനി ഇതിലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ പായസത്തിന് രുചി കൂടുന്നത്. ഇങ്ങനെ ഒരുപാട് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുകയും ആ ശർക്കരപ്പാനി നന്നായിട്ട് പറ്റുകയും ചെയ്യും. വറ്റിക്കഴിയുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷവും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇളക്കി കൊടുത്ത് നമ്മൾ നല്ല ഉടച്ച് നന്നായിട്ട് നമ്മളത് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ചക്ക നമുക്ക് കുക്കറിൽ വേവിക്കണമെങ്കിൽ നമുക്ക് കുക്കറിലാണെങ്കിലും വേവിക്കാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അരിപ്പൊടി അല്ലെങ്കിൽ റവ. ഇതിനകത്ത് അരിപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അരിപ്പൊടി ഇതുപോലെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് എല്ലായിടത്തോട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെയും നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ലൊരു കട്ടിയായിട്ടുള്ളത്. പൊടി രണ്ടാമത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒന്നാം പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നന്നായിട്ട് എല്ലായിടും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് നേരം നമ്മളിങ്ങനെ അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ പായസം അത്യാവശ്യം വേണ്ട പോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആഡ് ചെയ്യേണ്ടത് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ആഡ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാവരും എത്തുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസം അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് എന്നിവയെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കലിലാണ് നമ്മുടെ പായസത്തിൻ്റെ രുചി ഇരിക്കുന്നത് പഴമക്കാർ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് നമ്മുടെ പായസത്തിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടിപൊളി പായസമല്ലേ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി പായസം കേട്ടോ. ചക്ക സീസണൊക്കെ തീരാറായി. അപ്പോൾ എല്ലാവരും ചക്ക സീസൺ തീരുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ.